NRC-യേക്കാൾ ഭീകരമായ ഒരു നിയമമാണ് രാജ്യത്ത് വഖഫ് നിയമം എന്ന ധാരണ നമുക്കുണ്ടാകണം. എന്താ കാരണം? ഭരണഘടനയിൽ വിശ്വസിക്കാത്തവരാണ് അത് കൊണ്ടുവരുന്നത്. ഭരണഘടന ആത്മാവാണ് അവർ തകർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിയമങ്ങൾ, ഈ ഭരണകൂടം നിർമ്മിച്ച ഓരോ നിയമങ്ങളെയും വിശകലനം ചെയ്യുക. എത്ര നിശബ്ദമാണ് രാജ്യത്തിന്റെ പൊതുബോധം. എന്തുകൊണ്ടാണ്? നിങ്ങളൊരു സർവേ നടത്തി നോക്കണം. ഇത്തരം കാര്യങ്ങളോട് ജനാധിപത്യപരമായി പ്രതിഷേധം രൂപപ്പെടാത്തത് എന്തുകൊണ്ടാണ്? വഖഫിന്റെ പ്രശ്നം വരുമ്പോൾ അതൊരു മുസ്ലിം പ്രശ്നം എന്ന് അവതരിപ്പിക്കുകയാണ്. പള്ളിയുടെ പ്രശ്നം വരുമ്പോൾ അത് ന്യൂനപക്ഷത്തിന്റെ പ്രശ്നമാകുകയാണ്. ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ അത് ക്രൈസ്തവരുടെ പ്രശ്നമായി മാറുകയാണ്. ദളിതുകൾ ഉന്മൂലനം ചെയ്യപ്പെടുമ്പോൾ അത് ദളിതുകളുടെ പ്രശ്നമായി മാറുകയാണ്. ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനത ഓരവൽക്കരിക്കപ്പെടുമ്പോൾ അത് അവരുടെ മാത്രം പ്രശ്നമായി കാണുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? ഭരണഘടനയെ കുറിച്ച് ധാരണയുള്ള ഒരു നേതൃത്വത്തെ വളർത്താനോ ചിന്തയുള്ളവരെ വളർത്താനോ ഭരണഘടന വിശ്വസിച്ചുകൊണ്ട് മതനിരപേക്ഷതയോടൊപ്പം സഞ്ചരിക്കൽ ഈ രാഷ്ട്രത്തോട് കാണിക്കുന്ന നീതിയും കൂറുപാടിയും വിശ്വസിക്കുന്നവരെ വളർത്തിക്കൊണ്ടുവരാനോ ഈ സാമ്പ്രദായിക പാർട്ടികൾക്കൊന്നും നാളിതുവരെ കഴിയാത്തതിന്റെ ഒരു അപകടമാണ്. അതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ട് ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങള് മതത്തിന്റെയും ജാതിയുടെയും പ്രദേശത്തിന്റെ കണ്ണിലൂടെ കാണാൻ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾ പഠിപ്പിച്ചു. അതാണ് നാളിതുവരെയുള്ള അനുഭവം. അതുകൊണ്ടാണ് രാജ്യത്തെ പ്രതിഷേധങ്ങളില്ലാത്തത്. അതൊക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രശ്നം മാത്രമായി കാണുന്നത്. കർഷകരുടെ പ്രശ്നമൊന്നും പൊതുബോധമുണർന്നിട്ടില്ല. ഓരോ പ്രശ്നങ്ങളെയും അപരവൽക്കരിച്ച് അന്യവൽക്കരിച്ച് മടിൽക്കെട്ടുകൾക്കകത്തളങ്ങളിലാക്കി അവരെല്ലാം ചാപ്പ് കൊട്ടി പാർശ്വവൽക്കരിക്കുന്നതിൽ ഇന്ത്യൻ ബ്രാഹ്മണ്യം അഥവാ ഭരണഘടനാ വിരുദ്ധ വിജയം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നത് അതിന്റെ കാരണം ഭരണഘടന വായിച്ചവരില്ല. പൗരസമൂഹത്തിലവിടെ എണ്ണം കുറയുന്നു. ആത്മവിശ്വാസത്തിന് ശോഷണം സംഭവിക്കുന്നു. അതിന് പരിഹാരം രാജ്യത്തിന്റെ ആത്മാവായ ഭരണഘടന വീണ്ടെടുക്കൽ മാത്രമാണ്. വേറൊരു പരിഹാരവും അതിലില്ല. സ്വാതന്ത്ര്യമാ നിലയിൽ കവർച്ച ചെയ്യപ്പെടുകയാണ്. നീതി കവർച്ച ചെയ്യപ്പെടുകയാണ്. തിരിസമത്വം കവർച്ച ചെയ്യപ്പെടുകയാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭരണഘടന പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ ആമുഖത്തിൽ പറയുന്ന ഒരു ഫ്രട്ടേണിറ്റിയുടെ ഒരു സൗഹൃദം. എന്താ വളരെ കൃത്യമായി പറയാൻ നിങ്ങൾക്കറിയോ? രാജ്യത്ത് ഒരു വ്യക്തിയുടെ അന്തസ് വലുതാ. ആ അന്തസ് കാത്തു സൂക്ഷിച്ച് രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും ബാധിക്കാത്ത തരത്തിൽ സൗഹൃദം പരസ്പരം ഊട്ടിയുറപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്, ഭരണകൂടത്തിനുണ്ട്, പൗരസമൂഹത്തിനുണ്ട് എന്ന് പറയുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്നെന്താ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടത് പരിശോധിച്ച് നോക്ക്. എന്റെ രാജ്യം ഭരിക്കുന്നവരുടെ രാഷ്ട്രീയം എന്താണ്? എത്രത്തോളം ഭരണഘടനാ വിരുദ്ധമാണ്? പൗരസമൂഹത്തിന്റെ സൗഹൃദത്തിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്. കലാപത്തിന്റെ കാർമ്മികത്വം വഹിക്കുന്ന പൂർവ്വകാലങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട്. സാമ്പ്രദായിക ഭരണകൂടം ഇന്ത്യ ഭരിക്കുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ ഭരിച്ചപ്പോൾ ഒടുങ്ങാത്ത കലാപങ്ങൾ രാജ്യത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ കലാപങ്ങൾ ഭരണകൂട കാർമ്മികത്വം വഹിച്ചിട്ടില്ല. ഒരുപക്ഷെ അതിന് കാവൽ നിന്നിട്ടുണ്ടാകാം, കാർമ്മികത്വം വഹിച്ചിട്ടില്ല. ഇന്നത്തെ പ്രശ്നം എന്താണ്? ഭരണകൂടമാണ് ബുൾഡോസർ രാജ് നടപ്പിലാക്കുന്നത്. മതം നോക്കി മതന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെന്ന് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത്, പള്ളികൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നത് അവരാണ്. കോടതിയിൽ ചെന്നുകൊണ്ട് ഭരണഘടനയുടെ മതേതരത്വം സോഷ്യലിസം ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരാണ്. മുസ്ലിമില്ലാത്ത ഇന്ത്യയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ നേതാക്കന്മാരാണ്. ഈ കൊച്ചു കേരളത്തിന്റെ പൂഞ്ഞാറിലിരുന്നു കൊണ്ട് പോലും രാജ്യത്തിന്റെ പൗരസമൂഹത്തെ അപരവൽക്കരിക്കാൻ സഹായകരമാകുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സംഘപരിവാർ ഉൾപ്പെടെ നാളിതുവരെയുള്ള ചരിത്രം ഞാൻ പറയുന്നത് ഭരണകൂടം കലാപത്തിന്, വംശഹത്യക്ക്, അപരവൽക്കരണത്തിന്, അപകടസ്ഥ സൃഷ്ടിക്കുന്നതിന് കാർമ്മികത്വം വഹിക്കുന്ന ഒരു സ്ഥിതി അഥവാ സ്നേഹബന്ധമുണ്ടാകാൻ പാടില്ല. പൗരന്മാരെ വിഭജിച്ചു നിർത്തണം. പരസ്പരം മിണ്ടാൻ പാടില്ല. സംഘർഷത്തിൽ ഏർപ്പെടണമെന്ന ഒരു നയ നിലപാട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്. വളരെ കൃത്യമായി പറയുന്ന ആ ഫ്രട്ടേണിറ്റി, ഞാനിത് പറയുന്നത് നിങ്ങൾ വായിക്കണം. വളരെ വിദഗ്ധരുടെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. സമകാലിക ഇന്ത്യയിൽ ഞാൻ ആവർത്തിച്ചോ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരോട്, ഭരണഘടന നിരന്തരമായി വായിക്കുന്നതിലൂടെ മാത്രമാണ് ആത്മവിശ്വാസത്തിന്റെ പൊതുപ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും രാഷ്ട്രസേവനത്തിനും ഈ രാജ്യത്തിന്റെ കാവലൊരുക്കാനുമുള്ള ഒരു മനസ്സ് നമുക്ക് രൂപപ്പെടുത്താൻ സാധ്യമാണ്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ മതനിരപേക്ഷ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യ ഇന്ത്യയല്ല, മാർക്സിസ്റ്റ് ഇന്ത്യയല്ല, ഫാഷിസ്റ്റ് ഇന്ത്യയല്ല, രാജവാക്ഷയുടെ ഇന്ത്യയല്ല, ഏകാധിപത്യത്തിന്റെ ഇന്ത്യയല്ല, സർവാധിപത്യത്തിന്റെ ഇന്ത്യയല്ല, ഏതെങ്കിലും ദേശദ്രോഹികൾ നിർണയിക്കുന്ന ഇന്ത്യയല്ല. മറിച്ച് സർവരെയും തുല്യരായി കാണുന്ന, എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങളും അവകാശങ്ങളുമുള്ള ഒരു സുന്ദരമായ ഇന്ത്യ. അതാണ് ഈ രാജ്യം, അതാണ് ആകേണ്ടത്. അതോടൊപ്പം വെല്ലുവിളി അതിഭീകരമാണ്. ഭയപ്പാടൊരു പരിഹാരമല്ല. നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാലത്ത് ഒരു 3 പതിറ്റാണ്ടിന്റെ ചരിത്രമെങ്കിലും നമുക്ക് പരിശോധിച്ചാൽ, അതിനേക്കാൾ പരിശോധിക്കാൻ പ്രായമുള്ളവർ ഈ സദസ്സിലുണ്ട്. ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്? എന്തെങ്കിലും ഒരു നിയമവിരുദ്ധമായ നിലപാട് ഭരണകൂടത്തിൽ നിന്നുണ്ടായാൽ രാജ്യത്തിന്റെ തെരുവുകൾ മുഴുവനും സമരോന്മുഖമാകുമായിരുന്നു. കാരണം ഒരു നിർഭയ സമൂഹമായിരുന്നു. നഷ്ടപ്പെടാൻ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്ന, രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പോരാട്ട വീര്യം കാത്തുസൂക്ഷിക്കുന്ന, ലാഭേച്ഛയില്ലാതെ രാഷ്ട്രസേവനത്തിന് മനസ്സ് കാണിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ഞങ്ങളത് ചെയ്യേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു വലിയ സമൂഹമാണ് ഇവിടെ ജീവിച്ചിരുന്നത്. ഇന്നെന്താണ്? അരാഷ്ട്രീയ നിലപാടിലൂടെ അക്രമത്തിന് മേൽ പകച്ചു നിൽക്കുന്ന, ഭരണകൂടത്തിന്റെ കരിനിയമത്തിന് മേൽ പകച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം രൂപപ്പെടുകയാണ്. ഞാനിവിടെ നിന്നുകൊണ്ട് ഇത് പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടി രാജ്യവ്യാപകമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, രാജ്യത്തിന്റെ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന് ഈ രാജ്യത്തിന്റെ പൊതുസമൂഹത്തെ ഭരണഘടന പഠിപ്പിച്ചതിന്റെ പേരിൽ ഇത് ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് ഈ അബൂബക്കർ സാഹിബ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭയപ്പാടല്ല നെഞ്ചിലേറ്റേണ്ടത്, പേടിപ്പിക്കുന്ന വാക്കുകളല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഭരണഘടന പഠിപ്പിക്കണം. ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്. വിശ്വാസികൾ അവന്റെ മതഗ്രന്ഥം, ഞാൻ എന്റെ വിശുദ്ധ മതഗ്രന്ഥമായ ഖുർആൻ പഠിക്കുന്നത് പോലെ, പ്രവാചക അധ്യാപനം പഠിക്കുന്നത് പോലെ, അതെന്റെ ജീവിതത്തിന് മൂല്യങ്ങൾ പകർന്നു നൽകുന്നത് പോലെ, രാഷ്ട്രപൗരൻ എന്ന നിലയിൽ പൗരബോധത്തിന്റെ നിലപാടുകൾ ക്രമപ്പെടുത്താൻ സഹായകരമായ, ആത്മവിശ്വാസത്തിനാക്കം കൂട്ടുന്ന, ആർജവത്തിന്റെ ചുവടുവെപ്പുകൾക്ക് പ്രേരിതമാകുന്ന രാഷ്ട്ര ഭരണഘടന വായിക്കണം. അത് നിലനിർത്തണം. അത് നിർബന്ധമായും പറയേണ്ടത് കൊള്ളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിരന്തരമായി പറയേണ്ട കാര്യം കൂടിയാണ്. നിരന്തരമായി പറയേണ്ട കാര്യം കൂടിയാണ്. ഞാനപ്പോ പറഞ്ഞു വന്നത്, ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു സ്ഥിതിവിശേഷം രാജ്യത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ രാജ്യത്തിന്റെ മനുഷ്യരായി കാണാത്ത, ഇന്ത്യൻ ഭരണഘടന വന്നപ്പോൾ മനുസ്മൃതിയാണ് പകരം വേണ്ടത് എന്ന് പറഞ്ഞ. അപ്പൊ എന്താ സ്ഥിതി? അതിങ്ങനെ പറയുമ്പോൾ പലരും വിചാരിക്കുകയാണ് എന്തോ നന്മ വരാൻ പോവുകയാണ്. ഭരണഘടന വായിക്കാത്ത, അല്ലെങ്കിൽ ഭരണഘടന മഹത്വം തിരിച്ചറിയാത്ത ചിലർ പറയാറുണ്ട്. ചിലര് പറയുന്നത് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമായതിന്റെ ഗുണം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എന്നാണ്. അതും ഈ രാജ്യത്തിന്റെ ബ്രാഹ്മണ്യത്തിന്റെ ക്യാമ്പയിനാണത്. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായില്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തെ ദളിതുകളുടെ സ്ഥാനം എവിടെയാണ്? മനുസ്മൃതി പറയുന്നത് പോലെ ദളിതുകൾ എന്ന് വേണ്ട, നായർ സമൂഹത്തിന്റെ സ്ഥാനം എവിടെയാണ്? കേരളത്തിൽ അവരുടെ സ്ഥിതി എന്തായിരുന്നു? ഈഴവ സമുദായത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? ചാതുർവർണ്ണ വ്യവസ്ഥിതിക്ക്, വൈദിക മത നിയമമായ ഇവിടത്തെ മനുസ്മൃതിക്ക് വിധേയമായ ഒരു സാമൂഹ്യ സ്ഥിതി. കേരളത്തിൽ തലയ്ക്ക് കരം കൊടുക്കേണ്ടി വന്ന, മാറിന്റെ അളവ് നോക്കി കരമെടുക്കേണ്ടി വന്ന, വഴി നടക്കുന്നതിന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്ന, നമുക്കറിയാലോ, അക്ഷരം പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു അപകടകരമായ സ്ഥിതി കേരളത്തിലും നിലനിന്നിരുന്നുവെന്ന് പറയുമ്പോൾ അതായിരുന്നു ഇവര് സങ്കല്പിച്ചൊരു ഇന്ത്യ. അതിൽ നിന്ന് മാറി ഇന്ത്യ മഹാരാജ്യം ചാതുർവർണ്ണത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മതനിരപേക്ഷമായി എന്ന് പറഞ്ഞപ്പോൾ ഈ രാജ്യത്തെല്ലാവർക്കും അക്ഷരം പഠിക്കാം, ഈ രാജ്യത്തെല്ലാവർക്കും ആരാധിക്കാം, ആവശ്യമില്ലാത്തവർക്ക് ആരാധിക്കാതിരിക്കാം, വിശ്വസിക്കാതിരിക്കാം, സഞ്ചരിക്കാതിരിക്കാം, ആവിഷ്കരിക്കാതിരിക്കാം, അനുവർത്തിക്കാതിരിക്കാം. അത്തരത്തിലൊരു തുല്യതയാണ് രാജ്യത്തിന്റെ സർവ്വ ജനവിഭാഗങ്ങൾക്കും മതം നിരപേക്ഷതയിലൂടെ നേടാൻ സാധ്യമായിട്ടുള്ളത്. അതെന്തോ ഒരു മതവിഭാഗത്തിന് പ്രത്യേക പരിഗണന കൊടുക്കുന്ന ഒരു പാക്കേജ് ആയിട്ടല്ല കാണേണ്ടത്.
അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ ഫാഷിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം എന്നെ കേൾക്കുന്നവരോട് പറയുകയാണ്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്വം എന്ന നിലയിലല്ല, ഈ രാജ്യത്തിന്റെ പൗരന്മാരെന്ന നിലയിൽ നമുക്കൊരു ഭയപ്പാടിന്റെയും ആവശ്യമില്ല. എത്ര അപകടകരമായ സ്ഥിതിവിശേഷം ഫാഷിസം സൃഷ്ടിച്ചാലും ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ഒരു പക്ഷേ എന്നെ തലമുറ അതിന്റെ ഇരകളാക്കപ്പെട്ടാലും അല്ലെങ്കിൽ ആ പോരാട്ടത്തിൽ ഭരണഘടനയ്ക്ക് വേണ്ടി പലതും സമർപ്പിക്കേണ്ടി വന്നാലും ആ ഭരണഘടനയ്ക്ക് വിധേയമായ സമ്പൂർണതയുടെ മാനുഷികതയുടെ നീതിയുടെ സ്ഥിതിസമത്വത്തിന്റെ ഒരു സമ്പൂർണ്ണ ഇന്ത്യ ഇവിടെ രൂപപ്പെടും. ഫാഷിസം തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം നമുക്ക് ആർക്കും വേണ്ട. കാരണം അത്ര ബൃഹത്തായ ഒരു മൂല്യവൽകൃത ഗ്രന്ഥമാണ് രാജ്യത്തിന്റെ ഭരണഘടന. അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു ബ്രാഹ്മണ്യ ശക്തികൾക്കും സാധ്യമല്ല, ഒരു സംഘപരിവാറിനും സാധ്യമല്ല. മഹാനായ ഭീംറാവു അംബേദ്കർ ചോദിച്ച കുറെ ചോദ്യങ്ങളുടെ മുന്നിൽ പകച്ചുപോയ സ്ഥിതിയാണ് ഗോൾവാൾക്കർ ഉൾപ്പെടെയുള്ള ഇങ്ങോട്ട് സർസംഘചാരകന്മാർക്ക് ഒരു ബ്രാഹ്മണ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കാണുന്ന ഇന്ത്യ എന്താണ്? RSS പൂർണ്ണമായും പാർലമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് മനുസ്മൃതിന്റെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ, അമിത്ഷാ ഭരണഘടനയ്ക്ക് കടന്നാക്രമണം നടത്തിയാൽ, ഭരണഘടന കത്തിച്ചുകൊണ്ടിരുന്നാൽ, അതിനുശേഷം നിങ്ങൾ കാണുന്ന ഇന്ത്യ എന്താണെന്ന ചോദ്യത്തിന് അവിടെ ദളിതന്റെ സ്ഥിതി എന്താണ്, അവിടെ ആദിവാസിയുടെ സ്ഥിതി എന്താണ്, തീയന്റെയും യാദവന്റെയും വിശ്വകർമ്മത്തിന്റെയും സ്ഥിതി എന്താണ് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഒരു ഫാഷിസത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം മതാന്ധതയുടെ ഭീകര ചിന്ത രാഷ്ട്രീയമായി പരിണമിച്ച് പാർലമെന്റിനെ കൈയടക്കിയെങ്കിലും അത് തകർക്കാൻ ഭരണഘടനാ മൂല്യങ്ങൾക്ക് പ്രാപ്തിയുണ്ട്. അതെപ്പോഴാ? അത് ഏറ്റിലിരിക്കുമ്പോഴല്ല, അതിനെ നാം നെഞ്ചിലേറ്റുമ്പോഴാണ്. ഭരണഘടനയുടെ പുസ്തകം ഇങ്ങനെ അലമാരിലിരിക്കുമ്പോഴല്ല, നമ്മളത് വായിക്കുമ്പോൾ, നമ്മുടെ മക്കളെ കൊണ്ട് വായിപ്പിക്കുമ്പോൾ, സർവരും ഭരണഘടന വായിക്കുന്നവരാകുമ്പോൾ, അത് രൂപം കൊണ്ട അന്നത്തെ രാഷ്ട്രസ്ഥിതി വിലയിരുത്തുന്നവരാകുമ്പോൾ, അതിനു മുമ്പ് നടന്ന 4 നൂറ്റാണ്ടിന്റെ പോരാട്ടങ്ങളുടെ ചരിത്രം അറിയുന്നവരാകുമ്പോൾ, അങ്ങനെ അവർ കണ്ട രാഷ്ട്രീയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്കൊരു ധർമ്മം നിർവഹിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ മാത്രമാണ് ഈ രാജ്യത്തെ ഫാഷിസം, ദേശദ്രോഹികൾ, ഭരണഘടനാ വിരുദ്ധ മുട്ടുമടക്കി ഇതിന്റെ ആത്മാവ് പൂർവോപരി അതിശക്തമായി രാജ്യത്തിന് തണലേകുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, നാം ഓരോരുത്തരും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, നിർഭയരാകണം. അതാണ് ഭയപ്പാട് ഒരു പൗരധർമ്മവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല, അത് ജനാധിപത്യ സംസ്കൃതിയുമായി പൊരുത്തപ്പെട്ടു പോകുന്നല്ല ഭയപ്പാട്. വിശ്വാസത്തിന്റെ കാര്യം നമുക്കറിയാം. ഞാൻ പറയുന്നത് പുരോഗമന ഭാഷ്യത്തിൽ പറയുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നു, ജനാധിപത്യ മൂല്യങ്ങളോട് പൊരുത്തപ്പെടുന്നല്ല ഭയപ്പാട്. ആരെയാണ് ഭയപ്പെടുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത്? ആത്മവിശ്വാസമുള്ള ഒരു പൗരസമൂഹം കാരാഗ്രഹത്തെ ഭയപ്പെടേണ്ടതുണ്ടോ? കരിനിയമങ്ങളെ ഭയപ്പെടേണ്ടതുണ്ടോ? ഭരണഘടനാ മൂല്യങ്ങൾ നമുക്ക് കാവൽ നിൽക്കുമെന്ന ഞാൻ പറയുന്നത്, നിയമമെന്നതിൽ നമുക്ക് അതിൽ സംരക്ഷണമുണ്ടാകും എന്ന നിലയിലുള്ള ഒരു ജനാധിപത്യ ബോധം നമ്മൾ പകർന്നു കൊടുക്കണം. വിശ്വാസത്തിന്റെ ഭാഷ്യമല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വളരെ ആത്മാഭിമാന ബോധത്തോടെ അത് വായിക്കണം. ലോകം നവനാശിസത്തിന്റെ പിന്നിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ട്രംപ് വന്നു, ഒരു മുതലാളിത്ത സംസ്കാരത്തോടൊപ്പം നാസിസ്റ്റ് താല്പര്യം കൂടി പരസ്യമായി സ്വീകരിച്ചുകൊണ്ട് വംശീയതയുടെ, ഉന്മൂലനത്തിന്റെ, അക്രമത്തിന്റെ, അകറ്റി നിർത്തലിന്റെ ഒരു ശൈലിയാണ് ട്രംപ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും യാദർശികമല്ല. ലോകം അത്തരം ഒരു ധ്രുവങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ ശക്തമാണ്. അത്തരം രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്ന ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യഗ്രാമങ്ങളോട് പൗരത്വത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ഭരണഘടന പ്രാധാന്യത്തെക്കുറിച്ചും ആത്മാഭിമാനത്തോടെ നിവർന്നു നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സംവദിച്ചുകൊണ്ടിരിക്കുന്ന, ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മതനിരപേക്ഷതയുടെ, മതേതരത്വത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മതമൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അവനവന്റെ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അവനവന്റെ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അവനവന്റെ ഭരണഘടനാ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനവും ആ പ്രസ്ഥാനവുമാണ് സോഷ്യൽ ഡെമോക്രസിയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും എന്ന് ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്.
ഇത് സുഗമമായ മാർഗമല്ല. പക്ഷേ രാജ്യനിർമ്മിതിക്ക് വേണ്ടി ജീവിച്ചവരെ ഓർക്കുമ്പോൾ അവർ സൃഷ്ടിച്ച ഭരണഘടനയ്ക്ക് കാവലൊരുക്കാൻ അസുഖകരമായ രാഷ്ട്രീയവും നെഞ്ചിലേറ്റേണ്ടി വരുമെന്ന തിരിച്ചറിവിന്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഈ പ്രസ്ഥാനമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും.